എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ് വളർച്ചയ്ക്കായിട്ട് ഒരു ബിസിനസ് കോച്ചിന് നൽകാൻ സാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പല ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ്, എൻ്റെ ബിസിനസ്സിൽ ഒരു കോച്ചിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെയൊക്കെ കൊണ്ടുവന്നാൽ എന്ത് നേട്ടമുണ്ടാവും, എനിക്ക് ഗ്രോത്ത് ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രധാനമായിട്ടും ഒരു 6 കാര്യങ്ങളിലാണ് ഒരു ബിസിനസ് കോച്ചിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫീലിംഗ് സ്റ്റക്ക് എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ബിസിനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഓൺട്രപ്രണറിന് ഫീൽ ചെയ്യാണ്, എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ എന്തെല്ലാം ശ്രമിച്ചിട്ടും ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്, എനിക്ക് അടുത്തൊരു ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണെന്ന് തോന്നുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആവുക, കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി ബിസിനസ്സിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഒരു ബിസിനസ് കോച്ചിന്, മെൻറ്റർക്ക് ഒക്കെ സഹായിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഒരു ഓൺട്രപ്രണേഴ്സ് ഇൻസൈഡ് ദ ബിസിനസ് നിന്ന് ബിസിനസ്സിനെ കാണുമ്പോൾ ഒരു എക്സ്റ്റേണലായിട്ട് നിന്നുകൊണ്ട് ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ ബിസിനസ്സിനെ കണ്ട് ഗൈഡ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരാളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമായി മാറുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. രണ്ടാമത്തെ കാര്യം ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓൺട്രപ്രണേഴ്സിൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അകത്ത് പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുകയും പ്രായോഗിക പരിജ്ഞാനം വെച്ചും നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് പകരം കുറച്ചും കൂടെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ളൊക്കെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ് ബിസിനസ് കോച്ചിന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു സാധ്യത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കോച്ച് കാര്യങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യും, സ്ട്രാറ്റജൈസ് ചെയ്യും, കുറച്ചും കൂടെ ഒരു ചോയ്സുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കോൺഫിഡൻസോടുകൂടി നമുക്ക് എടുത്തു തരും എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ലഭിക്കാവുന്ന സപ്പോർട്ട്. മൂന്നാമത്തെ കാര്യം ഗ്രോത്താണ്. ഏത് ഓൺട്രപ്രണറും ആഗ്രഹിക്കുന്ന കാര്യമാണ് ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ വളർച്ചയെ സാധാരണഗതിയിൽ സെറ്റപ്പ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്കെയിൽ അപ്പ് എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. ആ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഗ്രോത്ത്, ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ സെറ്റപ്പ് ക്ലിയർ ചെയ്യാനും, രണ്ടാമത് അതിനെ ഒന്ന് അടുത്ത ലെവലിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും, പിന്നീട് വലിയൊരു വളർച്ച അഥവാ ഒരു സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കോച്ചിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത കാര്യം. നാലാമത്തെ കാര്യം, നോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് സംരംഭകർ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ ആരോട് ഉത്തരവൊന്നും പറയാനില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ പലപ്പോഴും ഒരു കാര്യത്തിന് ഒരു ആൻസറബിൾ അല്ലാത്ത അവസ്ഥയിൽ പോകുമ്പോഴാണ് നമുക്കൊരു കോച്ചോ ഒരു ഗൈഡോ ഒരു മെൻറ്ററോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഗോൾസ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ട്രാക്ക് തെറ്റി പോകുന്ന സമയത്ത് അതിലേക്ക് ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാനും നമ്മളെ കുറച്ചും കൂടി അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം എടുപ്പിക്കാനും ഒരു കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പ്രവണതയും കൂടെ കോച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൽ നമുക്കുണ്ടാവും. അഞ്ചാമത്തെ കാര്യം, വർക്ക് ലൈഫ് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ, ഈ വർക്ക് ലൈഫ് ഇംബാലൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം തന്നെ നമുക്ക് പ്രയോറിറ്റി ഇല്ല, പ്ലാനിങ് ഇല്ല എന്ന അവസ്ഥയൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ലൈഫിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ആകെ തിരക്കാണ്. അപ്പോൾ ബിസിനസ്സിന് പകരം ബിസിനെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സംരംഭകൻ്റെ ത്രെറ്റും, ഗ്രോത്തിനെ തടയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും. അപ്പോൾ പേഴ്സണൽ ലൈഫും ആകെ അലങ്കോലമാകുന്ന അവസ്ഥയായിരിക്കും. ഈ സമയത്താണ് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് നമുക്ക് ഒരു ബേൺ ഔട്ട് ആവുന്ന അവസ്ഥ അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഇതിനെ ഒന്ന് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുന്നതിനുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ കോച്ചിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി പറയാനുള്ളത്, ഫേസിങ് മേജർ ചേഞ്ചസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കെയിലപ്പ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പിവോട്ട് ചെയ്ത് ഒരു ചേഞ്ച് കാര്യമായി വരുത്തുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ, അതായത് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ ബിസിനസ്സിലോ ബിസിനസ്സിൻ്റെ ഘടനയിലോ ഒക്കെ വരുത്തുന്ന സമയത്ത് ആ ഒരു ട്രാൻസിഷൻ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ സക്സസ് ആയി നടത്താൻ പലപ്പോഴും ഒരു കോച്ചിൻ്റെയോ കൺസൾട്ടൻ്റെയോ സഹായം ബിസിനസ്സിൽ ആവശ്യമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, എന്തെങ്കിലും സ്പോർട്സ് അത്ലറ്റ്സ് ഇങ്ങനെയുള്ള ആളുകൾ വരെ അവർക്ക് നല്ല ഓടാനും അല്ലെങ്കിൽ ചാടാനും അല്ലെങ്കിൽ മറ്റുള്ള സ്പോർട്സ് ആക്ടിവിറ്റിക്കും ഒക്കെ കഴിവുണ്ടാകുമ്പോഴും അവരെന്തിനാണ് ഒരു കോച്ചിനെയോ ഗൈഡിനെയോ വയ്ക്കുന്നത്? അവരെ കുറച്ചും കൂടെ അടുത്തൊരു ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനാണ്. ഇത് തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും. എല്ലാ സംരംഭകരും, ബിസിനസ് ചെയ്യുന്ന ആളുകളും നല്ല അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്. അത്തരം ബിസിനസ് ചെയ്യാനായിട്ട് അവർ ഏറ്റവും പ്രാപ്തരായിട്ടുള്ളവരായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അവരെ ഇങ്ങനെ ആകെ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ടാവും. അത് കണ്ടെത്തി അവരെ അത് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെയാണ് ഒരു കോച്ചിനെ സഹായിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് കോച്ചിനെയൊക്കെ കൺസിഡർ ചെയ്യേണ്ട ഒരു സമയമായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായ ആളുകളെ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോവുക. താങ്ക് യു.